ആധുനിക വ്യോമയാന രംഗത്ത് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക പരമാധികാരത്തിന്റെ അടയാളമാണ്. ഈ ലക്ഷ്യത്തോടെ തന്നെയാണ് തുർക്കിയും അവരുടെ അഞ്ചാം തലമുറ വിമാനം ഡെവലപ്പ് ചെയ്തത്. കാൻ എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം നിലവിൽ പരീക്ഷണ പറക്കലുകൾ നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും ഒട്ടനവധി പോരായ്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ചൈനീസ് പ്രതിരോധ തന്ത്രങ്ങളുടെ പാളിച്ചകൾ പോലെ തന്നെ ബാഹ്യമായ വലുപ്പത്തിലും ഹാർഡ്വെയറിനും കൂടുതൽ പ്രാധാന്യം നൽകിയതാണ് തുർക്കിക്ക് വിനയായത്. തുർക്കിയുടെ ക്യാൻ എന്ന് പറയുന്നത് ഒരു ഹെവി വെയിറ്റ് യുദ്ധവിമാനമാണ്. അമേരിക്കയുടെ F-22 റാപ്റ്ററിനേക്കാൾ വലിപ്പമുള്ള ഒരു വിമാനം. ഏകദേശം 60,000 പൗണ്ടിലധികം ഇതിന് ഭാരമുണ്ട്. ഇത്രയും കൂറ്റൻ രൂപമുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതായത് ഒരു സ്റ്റെൽത്ത് വിമാനമായിട്ട് കൂടി ശത്രു റഡാറുകളുടെ കണ്ണിൽ പെടാനുള്ള സാധ്യത ഇതിന് വളരെ കൂടുതലാണ്. അമേരിക്കയുടെ F-22 അമേരിക്ക പുതിയതായിട്ട് ഉണ്ടാക്കുന്നില്ല. ഇത് വളരെയധികം ചർച്ചയായ ഒരു കാര്യമാണ്. ഇപ്പോൾ F-22ന്റെ പ്രൊഡക്ഷൻ അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ നിർമ്മിച്ച പരിമിതമായ എണ്ണമാണ് ഇപ്പോഴും അമേരിക്കയുടെ കയ്യിലുള്ളത്. അമേരിക്ക ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് F-35നാണ്. അതോടൊപ്പം തന്നെ 6ാം തലമുറ വിമാനം നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങളിലുമാണ്. F-35 F-22നേക്കാൾ ഭാരം കുറഞ്ഞതും മികച്ച സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളതുമായ ഒരു വിമാനമാണ്. F-22ന് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ട് എന്ന് അമേരിക്ക തുറന്നൊന്നും സമ്മതിച്ചിട്ടില്ല. തങ്ങൾ നിർമ്മിച്ച ഏറ്റവും മികച്ച വിമാനം എന്ന് തന്നെയാണ് പറയുന്നതും. പക്ഷേ അങ്ങനെ ഒരു വിമാനമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നടത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അതിനേക്കാൾ ഭാരമുള്ള ഒരു സാധനമാണ് തുർക്കി ക്യാൻ എന്ന് പറഞ്ഞു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അഞ്ചാം തലമുറ വിമാനം, ഇത് അഞ്ചാം തലമുറ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ പോരായ്മ ശത്രുവിന്റെ റഡാറിൽ പെടാനുള്ള സാധ്യതയാണ്. ക്യാനുമായിട്ട് നേരിട്ട് ഭാവിയിൽ ഏറ്റുമുട്ടലിന് സാധ്യതയുള്ള ഒരു വിമാനമാണ് AMCA. ഏറ്റുമുട്ടൽ എന്ന് ഞാൻ പറഞ്ഞത് യുദ്ധമല്ല, വിപണിയുടെ കാര്യത്തിലാണ്. ഒരുപക്ഷെ വിപണിയിൽ കോമ്പറ്റേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വിമാനം ഇന്ത്യയുടെ AMCA ആയിരിക്കും. ഇന്ത്യയുടെ AMCA ഒരു മീഡിയം വെയിറ്റ് വിമാനമാണ്. ഇതിന്റെ വലിപ്പക്കുറവ് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൊടുക്കുന്നതും. ഈ വലിപ്പക്കുറവ് കാരണം ഇതിന്റെ ഉപരിതലത്തിൽ തട്ടിയ റഡാർ തരംഗങ്ങൾ തിരികെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. AMCAക്ക് ക്യാനിനേക്കാൾ മികച്ച സ്റ്റെൽത്ത് പരിരക്ഷ ഇത് നൽകുന്നുണ്ട്. അതായത് തുർക്കിയുടെ ക്യാനിനെ റഡാറുകളിൽ കണ്ടെത്താൻ കഴിയുന്നതിനേക്കാൾ പ്രയാസമാണ് AMCA കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. തുർക്കിക്ക് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ക്യാൻ നിർമ്മിക്കാൻ. ഇതിന്റെ എയർ ഇൻടേക്ക് ഡിസൈനിലെ വിട്ടുവീഴ്ച തന്നെ അതിൽ പ്രധാനമാണ്. വിമാനത്തിന്റെ വലിയ രൂപത്തിനും ഭാരമേറിയ 2 GE F110 എഞ്ചിനുകൾക്കും ആവശ്യമായ വായു എത്തിക്കാൻ ക്യാനിൽ വലിയ എയർ ഇൻടേക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ വായു അറകൾ വഴി വിമാനത്തിന്റെ ഉള്ളിലെ തിരിയുന്ന എഞ്ചിൻ ഫാൻ ബ്ലേഡുകൾ പുറത്ത് കാണാനായിട്ട് സാധിക്കും. ഇത് ശത്രു റഡാറുകളുടെ തരംഗങ്ങളെ ശക്തമായി പ്രതിഫലിപ്പിക്കുകയും വിമാനത്തിന്റെ മുൻഭാഗത്തെ സ്റ്റെൽത്ത് ശേഷിയെ പാടെ തകർക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ AMCAക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. AMCAയുടെ സാങ്കേതിക മികവ് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. AMCAയിലെ ഡക്റ്റ് എയർ ഇൻടേക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയിലുള്ള ഈ വായു അറകൾ വഴി എഞ്ചിൻ ഫാൻ ബ്ലേഡുകൾ റഡാറുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒളിഞ്ഞു നിൽക്കും. അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ സവിശേഷത ക്യാൻ വിമാനത്തിൽ ഇല്ല. അത് AMCAക്ക് ഉണ്ട്. തുർക്കിയുടെ ക്യാനും ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ എഞ്ചിനുകളാണ്. F110 എന്ന് പറയുന്ന GE എഞ്ചിനുകളാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഏത് സമയത്ത് വേണമെങ്കിലും അമേരിക്ക ഇത് തുർക്കിക്ക് നൽകുന്നത് നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയപ്പോൾ F-35 പ്രോഗ്രാമിൽ നിന്ന് തുർക്കിയെ പുറത്താക്കിയതുപോലെ. എന്നാൽ ഇന്ത്യയുടെ തന്ത്രം കുറച്ച് ഡിഫറൻ്റ് ആണ്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയുടെ F-414 എഞ്ചിൻ ഉപയോഗിക്കുമെങ്കിലും രണ്ടാം ഘട്ടത്തിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സ്വന്തം എഞ്ചിനുകളിലായിരിക്കും AMCA പ്രവർത്തിക്കുന്നത്. അഞ്ചാം തലമുറ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ പദ്ധതികൾ ഇതിനോടകം തന്നെ ഇന്ത്യ തുടങ്ങിയിട്ടുമുണ്ട്. തുർക്കിയുടെ ക്യാൻ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഹാർഡ്വെയർ നിർമ്മാണത്തിൽ തുർക്കി വേഗത കാണിച്ചുവെങ്കിലും അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് ആവശ്യമായ അത്യാധുനിക സെൻസർ ഫ്യൂഷൻ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുന്നതിൽ അവർ ഒരുപാട് പുറകിലാണ്. വിമാനത്തിലെ വിവിധ റഡാറുകളിൽ നിന്നും ക്യാമറകളിൽ നിന്നുമുള്ള വിവരങ്ങൾ ഒരൊറ്റ സ്ക്രീനിൽ സംയോജിപ്പിച്ച് പൈലറ്റിന് ഒരൊറ്റ സ്ക്രീനിൽ നൽകുന്ന സാങ്കേതിക വിദ്യയാണ് സെൻസർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ടെക്നോളജിയിൽ അവർ വളരെ പുറകിലാണ്. സോഫ്റ്റ്വെയർ കരുത്തില്ലാത്ത സ്റ്റെൽത്ത് വിമാനങ്ങൾ വെറും കാഴ്ച വസ്തുക്കൾ മാത്രമായി മാറുമെന്ന് വെനസ്വേലയിലെ ചൈനീസ് റഡാറുകളുടെ പരാജയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെയും ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോഫ്റ്റ്വെയർ രംഗത്തെ ഒരു ആഗോള ശക്തിയാണ് ഇന്ത്യ. തേജസ് യുദ്ധവിമാനത്തിന്റെ വിജയകരമായിട്ടുള്ള ഫ്ലൈ ബൈ വയർ സോഫ്റ്റ്വെയർ നിർമ്മിച്ച പരിചയം ഇന്ത്യക്കുണ്ട്. AMCAയ്ക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ സെൻസർ ഫ്യൂഷൻ
പൈലറ്റിന്റെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കുന്ന സ്മാർട്ട് കോക്പിറ്റ്, സ്വന്തം പൈലറ്റില്ലാ ഡ്രോണുകളെ കൂടെ കൂട്ടി നിയന്ത്രിക്കാനുള്ള ശേഷി, ഇതെല്ലാം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ഇത് AMCയെ ഒരു 5.5 ജനറേഷൻ യുദ്ധവിമാനമാക്കിയാണ് മാറ്റുന്നത്. തുർക്കിയുടെ ക്യാൻ നിലവിൽ പറക്കുന്നുണ്ട് എന്നത് അതിന്റെ ഒരു നേട്ടമായി കാണാമെങ്കിലും അത് തിടുക്കം കാണിച്ച് നിർമ്മിച്ച ഒരു ഹാർഡ്വെയർ മാത്രമാണ്. ഒരു 5ാം തലമുറ വിമാനത്തിന് ആവശ്യമായ യഥാർത്ഥ സ്റ്റെൽത്ത് രൂപകൽപ്പനയോ എഞ്ചിൻ സ്വയം പര്യാപ്തതയോ സോഫ്റ്റ്വെയർ കരുത്തോ അതിനില്ല. എന്നാൽ ഇന്ത്യയുടെ AMCയെ ക്യാനിന്റെയും ചൈനീസ് വിമാനങ്ങളുടെയും എല്ലാ പോരായ്മകളും കൃത്യമായി പഠിച്ച് രൂപകൽപ്പന ചെയ്ത ഒന്നാണ്. ഇതിന്റെ ഡക്ട് സ്റ്റെൽത്ത് ഡിസൈനും AI അധിഷ്ഠിത സോഫ്റ്റ്വെയറുകളും എല്ലാം ചേർന്ന AMCയെ യാഥാർത്ഥ്യമാകുന്നതോടെ അത് തുർക്കിയുടെ ക്യാനിനേക്കാളും ചൈനയുടെ 5ാം തലമുറ വിമാനങ്ങളെക്കാളും എത്രയോ മുകളിലുള്ള, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ 5ാം തലമുറ യുദ്ധവിമാനമായി മാറുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ക്യാനിനേക്കാൾ വളരെ മികച്ചൊരു വിമാനമായിരിക്കും AMCയെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.